സർക്കിൾസിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഇവിടെ പി ക്യു ആർ എന്ന് പറയുന്നത് പി ക്യു ആർ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ നമുക്കറിയാം പി ക്യു പി ആറിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ആംഗിൾ പി ക്യു ആർ, ഈ ആംഗിൾ, ഈ ഒരു പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിളിൽ പി ക്യു ആർ, ഇതിൽ ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 35 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ക്യു എസ് ആർ, ക്യു എസ് ആർ കണ്ടുപിടിക്കണം. അതുപോലെ ക്യു ടി ആർ, ഈ ആംഗിളും കണ്ടുപിടിക്കണം, ഈ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിളിൽ ഈ പി ക്യു പി ആറിന് ഈക്വൽ ആണെങ്കിൽ, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആവുമ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുണ്ട് പി ക്യു ഈക്വൽ ടു പി ആർ ആണ്. പി ക്യു ഈക്വൽ ടു പി ആർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യു അല്ലേ? ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 35 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഈ രണ്ട് ആംഗിളും 35 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കാം നമുക്ക് അല്ലേ? ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? അതായത് ഇത് രണ്ടിൻ്റെ സമം 180 നിന്ന് 70 മൈനസ് ചെയ്യുക. 180 നിന്ന് 70 മൈനസ് ചെയ്താൽ 110. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആംഗിൾ പി ക്യു ആർ പ്ലസ് ആംഗിൾ ക്യു പി ആർ ക്യു പ്ലസ് ആംഗിൾ ക്യു പി ആർ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 ആണ്. ആംഗിൾ ക്യു പി ആർ ഈക്വൽ ടു 180 മൈനസ് 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 110. അപ്പോൾ ഈ ആംഗിളാണ് നമുക്കിപ്പോൾ എത്ര കിട്ടിയിട്ടുള്ളത്? 110 എന്ന് കിട്ടി. ഈ ആംഗിൾ 110 ആണെങ്കിൽ പി ക്യു ആർ ടി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആണ്. പി ക്യു ആർ ടി ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതായത് ആ രണ്ട് ആംഗിൾ പിയും ആംഗിൾ ടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്ലിക് കോർഡിനേറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 110 ആണെങ്കിൽ ഈ ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇനി അടുത്തത് നമ്മൾ അതാണ് എഴുതുന്നത്. പി ക്യു ടി ആർ ഈസ് എ സൈക്ലിക് കോർഡിനേറ്റർ. സൈക്ലിക് കോർഡിനേറ്ററിലായതുകൊണ്ട് സൈക്ലിക് കോർഡിനേറ്റർ ആണ്. സൈക്ലിക് കോർഡിനേറ്റർ ആവുമ്പോൾ ആംഗിൾ പി പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ടി എന്ന് പറയുന്നത്, അവിടെ പി നമുക്ക് 110 എന്ന് കിട്ടി. 180 മൈനസ് 110 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് ആംഗിൾ ക്യു ടി ആർ ആയിരുന്നു. ക്യു ടി ആർ, therefore ആംഗിൾ ക്യു ടി ആർ ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇത് 70 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറയും. ഏത്? ക്യു എസ് ആർ ടി ഈസ് എ സൈക്ലിക് കോർഡിനേറ്റർ. ക്യു എസ് ആർ ടി സൈക്ലിക് കോർഡിനേറ്റർ ആണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110. അപ്പോൾ അടുത്തത് അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ഇവിടെ നമ്മൾ എന്ത് പറയുന്നു? ക്യു എസ് ആർ ടി ഈസ് എ സൈക്ലിക് കോർഡിനേറ്റർ. സൈക്ലിക് കോർഡിനേറ്ററിലാവുമ്പോൾ അവിടെ ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോർഡിനേറ്റർ. അവിടെ നമുക്ക് എസ് ആണ് കാണുന്നത്. ആംഗിൾ എസ് എന്ന് പറയുന്നത് 180 മൈനസ് ഇത് 70 ആണ്. അപ്പോൾ എത്രയാണ് കിട്ടുക? 110. അപ്പോൾ ക്യു എസ് ആർ, ആംഗിൾ ക്യു എസ് ആർ, therefore ആംഗിൾ ക്യു എസ് ആർ ഈക്വൽ ടു 110. ഇത് രണ്ടുമാണ് നമുക്ക് കാണേണ്ടത്. Second question, O is the center of the circle. Angle BOD, BOD എന്ന് പറയുന്നത് 160 ഡിഗ്രി തന്നിട്ടുണ്ട്. Find the values of x and y. എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. ഇപ്പോൾ ഒരു സർക്കിള്, ഇതിൽ സെൻറ്ററിലുള്ള ആംഗിൾ, ഈ ആംഗിളും എന്തായിരിക്കും? ഈ ആംഗിൾ 160 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? അപ്പോൾ എക്സ്, അതായത് എക്സ് എന്ന് പറയുന്നത് ആംഗിൾ ബി സി ഡി ആണ്. ബി സി ഡി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് ഹാഫ് ഓഫ് ആംഗിൾ
BOD. നമ്മുടെ 8th തിയറം, angle subtended by the arc at the center is double the angle subtended by it at any point on the remaining part of the circle. അതായത് ആംഗിൾ BOD എന്ന് പറയുന്നത് 2 times ആംഗിൾ BCD ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് BCD ആണ് കാണേണ്ടത്. BCD എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ BOD ആണ്. അതാണ് x. therefore x is equal to എന്ത് കിട്ടും നമുക്ക് 160/2. 160/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 80 കിട്ടി. x 80 കിട്ടിക്കഴിഞ്ഞാൽ ഇനി y ആണ് കാണേണ്ടത്. y കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം ABCD എന്താണ്, ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആണ്. x + y = 180. അപ്പോൾ അടുത്തത് എഴുതുക, ABCD ഈസ് എ സൈക്ലിക് കോർഡിനേറ്റർ. ഇതിന് മാർക്ക് അനുസരിച്ച് അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് ബ്രാക്കറ്റിൽ എഴുതുക. അപ്പോൾ ABCD സൈക്ലിക് കോർഡിനേറ്റർ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, x + y = 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ റീസൺ എഴുതേണ്ടി വരും. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോർഡിനേറ്റർ ഈസ് 180 ഡിഗ്രി. റീസൺ കൂടി എഴുതിയാൽ നല്ലത്. അപ്പോൾ എക്സ് എത്രയായിരുന്നു, 80. 80 + y = 180. y എന്ന് പറയുന്നത് 180 - 80 = 100. y 100ഉം x 80 ആണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, AB and CD are diameters of a circle with the center O. If angle OBD = 50 degree, find AOC. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AOC ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ OBD 50 ഡിഗ്രിയാണ്. OBD എന്ന് പറയുന്നത് ഏതാണ്, OBD എന്ന് പറഞ്ഞാലും ABD എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് ആംഗിൾ. അപ്പോൾ ഈ AD എന്നുള്ള ആർക്ക് എന്നുള്ള ആംഗിളാണ് ഏത്, ABD. അപ്പോൾ ABD ഇത് സെൻറ്ററിലുള്ള ആംഗിൾ AOD. നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ AOD = 2 times ആംഗിൾ ABD എന്ന് എഴുതാം അല്ലേ. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെൻറ്റർ. AD എന്നുള്ള ആർക്ക് എന്നുള്ള സെൻറ്ററിലുള്ള ആംഗിൾ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് ഇനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പോൾ 2 times ABD എന്ന് കിട്ടി. ഇവിടെ ABD നമുക്ക് തന്നിട്ടുണ്ട്, AOD ആണ് കണ്ടുപിടിക്കേണ്ടത്. ABD എത്രയായിരുന്നു, ABD എന്ന് പറയുന്നതും OBD എന്ന് പറയുന്നത് സെയിം തന്നെ. 2 × ABD 50 ഡിഗ്രിയാണ്. അപ്പോൾ അത് നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടി. AOD 100 ഡിഗ്രി കിട്ടി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, AOC ആണ്. ഇവിടെ CD എന്നുള്ളൊരു ലൈന്, ഈ ആംഗിൾ എന്താണ് 180 ഡിഗ്രി. CD സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ, അതായത് ഇത്രയും ആംഗിൾ നമുക്ക് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതിൽ AOD 100 ഡിഗ്രി കിട്ടി. നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ AOD + ആംഗിൾ AOC = 180 ഡിഗ്രി. റീസൺ ലീനിയർ പെയർ. ലീനിയർ പെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, AOC ആണ്. therefore ആംഗിൾ AOC = 180 - 100 = 80 ഡിഗ്രി. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ കിട്ടൂല, അതുകൊണ്ട് ചെയ്തു മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ABC is an equilateral triangle. Find angle BDC and BEC. BDC ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ആംഗിളും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഒരു ആംഗിളും തന്നിട്ടില്ല, പകരം അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ABC ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ABC ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിളും എത്രയായിരിക്കും, നമുക്കറിയാം 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആവുമ്പോൾ നമുക്ക് ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ എല്ലാം എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ABC എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിളും, അതായത് ആംഗിൾ A = ആംഗിൾ B = ആംഗിൾ C = 60 ഡിഗ്രി. ABC ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈക്വലേറ്റർ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ BACയും BDCയും എന്താണ്, ഈക്വൽ ആണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാം, നമുക്ക് ഇനി BDC ആണ് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ BAC = ആംഗിൾ BDC. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ഈക്വൽ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആയതുകൊണ്ട് അത് ഈക്വൽ ആയി.
അപ്പോൾ നമുക്ക് BAC തന്നെയായിരിക്കും എന്ത് BDC. Therefore ആംഗിൾ BDC ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? BEC ആണ് കണ്ടുപിടിക്കേണ്ടത്. BEC ആണെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ ഇയും, അതായത് ABEC എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആണ്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നു. ABEC ഈസ് എ സൈക്ലിക് കോർഡിലേറ്റർ. സൈക്ലിക് കോർഡിലേറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ E ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ A എത്രയാണ്? 60 ഡിഗ്രിയാണ്. ആംഗിൾ E ഈക്വൽ ടു 180 മൈനസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. Therefore ആംഗിൾ BEC ഈക്വൽ ടു 120 ഡിഗ്രി. ഇവിടെ റീസൺ എഴുതുക, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. സൈക്ലിക് കോർഡിലേറ്റർ ആണെങ്കിൽ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 5th ക്വസ്റ്റ്യൻ. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഇഫ് CEA നമുക്ക് തന്നിട്ടുണ്ട്. CEA എന്ന് പറയുന്നത് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് X, Y ആൻഡ് Z. ഇവിടെയാണ് X, ഇത് Y, ഇത് Z. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ AECയും ADCയും എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് Z വേഗം തന്നെ കിട്ടും. അതായത് ആദ്യം നമ്മൾ എഴുതുന്നു ആംഗിൾ AEC, ആംഗിൾ AEC ഈക്വൽ ടു ആംഗിൾ ADC. റീസൺ എഴുതുക, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ആണ്. റീസൺ കറക്റ്റായിട്ട് എഴുതി വെക്കുക, ഇല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ കിട്ടില്ല. അതായത് AEC എന്ന് പറയുന്നത് ADCക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ ADC എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ADC എന്ന് പറയുന്നത് അതായത് Z ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. Z 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക, ഇത് സെൻറ്ററിലുള്ള ആംഗിൾ AOCയും ADCയും എന്നാണ്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെൻറ്റർ ആണ്. AC എന്നുള്ള ആർക്ക് അറ്റ് ദ സെൻറ്റർ ആണ് AOC. ADC എന്ന് പറയുന്നത് റിമൈനിങ് പാർട്ട്, സർക്കിളിൻ്റെ റിമൈനിങ് പാർട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അത്? ആംഗിൾ AOC ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ ADC. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ arc at the center is double the angle subtended by it at any point on the remaining part of the circle ആണ്. അപ്പോൾ AOC എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? AOC ആണ് Y. Y എന്ന് പറയുന്നത് 2 ടൈംസ് ആംഗിൾ Z, അതായത് ADC ആണ്. 2 ടൈംസ് 30 എത്ര കിട്ടി നമുക്ക്? Y എന്ന് പറയുന്നത് 60 ഡിഗ്രി കിട്ടി. Y 60 ഡിഗ്രി കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? X ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഇങ്ങനെയാണുള്ളത്, അതായത് സർക്കിളിൽ ഇവിടെ Y ആണ്, ഇത് AOC, ഇതാണ് നമ്മുടെ X. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ, അതായത് ഈ ആംഗിൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെയുള്ള ആംഗിൾ അല്ലേ? ഈ ആംഗിൾ നമുക്കിപ്പോൾ 60 ഡിഗ്രി കിട്ടി. ഈ മൊത്തം സർക്കിൾ എത്രയാണ്? 360 ഡിഗ്രി. അതിൽ നിന്ന് 60 പോയാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 300 ആണ്. 300ന്റെ ഹാഫ് ആയിരിക്കും എന്ത്? X. റിഫ്ലക്സ് AOC എത്രയാണ്? 300 ഡിഗ്രിയാണ്. 300 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് അത് X, therefore X is equal to എത്ര കിട്ടും? അതിൻ്റെ ഹാഫ് പറയാം. ഹാഫ് ഓഫ് 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ഡിഗ്രി ആയിരിക്കും. X എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.